ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർവത്ര ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് അതിന്റെ വരവ് ചിലവ് കണക്കുകളിലൊക്കെ. അപ്പോൾ ഈ വരവ് ചിലവ് കണക്കുകളിൽ അവ്യക്തതയൊക്കെ നീക്കാൻ ഇന്ന് ദേവസ്വം ബോർഡിന്റെ വളരെ നിർണായകമായ യോഗം ചേരുന്നുണ്ട്. കണക്കിലെ പൊരുത്തക്കേട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചർച്ച ചെയ്യും. കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അധികൃതരെയും യോഗത്തിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഹാൻസ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ സർവത്ര ആശയക്കുഴപ്പം നിൽക്കുന്നുണ്ട്. ദേവസ്വം കമ്മീഷണർ കോടതിയിൽ ഒരു കണക്ക് പറയുന്നു, 4.5 കോടി പറയുന്നു ചെലവായിട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൽ അത് 6 കോടിയാകുന്നു. ഇനി വീണ്ടും 4 കോടി കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. ഇനി ഒരു പൈസയും കൊടുക്കാൻ പറ്റില്ല എന്ന് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പറയുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സർവത്ര ആശയക്കുഴപ്പം നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇന്നത്തെ യോഗം ചേരുന്നതും. ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അടക്കം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കാൻ കൂടി കഴിയണം ഇന്ന് ദേവസ്വം ബോർഡിന് ഈ കാശ് കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഇന്നത്തെ യോഗം എത്ര കണ്ട് നിർണായകമാണ്? ദേവസ്വം ബോർഡ് പറയുന്ന കാര്യങ്ങൾ ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അടക്കം മനസ്സിലാകുമോ? ഇവർക്കൊപ്പം നിർത്താൻ കഴിയുമോ? എന്തൊക്കെ പ്രതീക്ഷിക്കണം ഹാൻസെ ഇന്നത്തെ ദിവസം? സേതു, ഗുഡ് മോർണിംഗ്. സാധാരണഗതിയിൽ നടക്കുന്ന ഒരു യോഗം ആണെങ്കിൽ പോലും ഇന്ന് ഈ യോഗത്തിലെടുക്കുന്ന വിഷയമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കണക്കുകളിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞത് ഈ വരുന്ന അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും. ഓഡിറ്ററുടെ പ്രതിനിധികൾ, സ്പോൺസറുടെ പ്രതിനിധികൾ, ഒപ്പം തന്നെ ഊരാളുങ്കലിലെ പ്രതിനിധികൾ ഇവരുമായി ചർച്ച നടത്തിയതിനു ശേഷം കൃത്യമായ കണക്കുകൾ പറയും എന്നാണ് കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത്. അത്തരത്തിൽ ഇന്നത്തെ യോഗം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാണ്. കാരണം ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എത്ര രൂപ ചെലവായി, എത്ര രൂപ ലഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇപ്പോഴും ദേവസ്വം ബോർഡിനടക്കമില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇന്ന് യോഗം ചേർന്നുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തുക ലഭിച്ചു, എന്തൊക്കെ ചെലവായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ ഈ ഓഡിറ്റർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചില പിശകുകൾ ഉണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത്. ആ റിപ്പോർട്ട് പരിശോധിക്കും. അതിനുശേഷം ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് അത് മാധ്യമങ്ങൾക്ക് മുന്നിലും അതിനോടൊപ്പം തന്നെ സർക്കാരിന് മുന്നിലും സമർപ്പിക്കാനാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ദൂർത്ത് നടന്നു അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് ഒരു വിശദീകരണമായി രംഗത്ത് വന്നെങ്കിലും അതിൽ വ്യക്തതയില്ല എന്നുള്ള ഒരു ആരോപണം ഉയർന്നിരുന്നു. 4 കോടി രൂപ സ്പോൺസർഷിപ്പായി ലഭിച്ചു എന്നതാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പറഞ്ഞത്. പക്ഷേ അത് മാത്രമല്ല, എത്ര രൂപ ചെലവായി ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നഷ്ടം സംഭവിച്ചു എന്ന് പറയാൻ കഴിയില്ല എന്നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കം പറഞ്ഞത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ എന്താണ് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് യോഗം നടക്കുന്നു. യോഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളും ഏതെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും ദേവസ്വം ബോർഡിന് കഴിയും. എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ തന്നെയാണ്. അതിനുശേഷം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു.